നമസ്കാരം. അങ്ങനെ മൂക്കള ആർമിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ ലാലേട്ടൻ, അതായത് മൂക്കള ജാസ്മിൻ ആർമിയുടെ പ്രസിഡന്റ് സ്ഥാനം ഇപ്പം കയ്യേറ്റിരിക്കുന്ന ലാലേട്ടൻ. നന്നായിരിക്കുന്നു, അടിപൊളി, വെൽഡൻ വെൽഡൻ. ഇനി ആർമി ഇനി എങ്ങനെയൊക്കെ രീതിയിൽ നമ്മുടെ മുല്ലപ്പൂവിനെ അങ്ങനെ ഈ നാട്ടമൊക്കെ മാറ്റിക്കൊണ്ട് എങ്ങനെയൊക്കെ വെളുപ്പിക്കാം, എങ്ങനെയൊക്കെ സുഗന്ധം കൊണ്ടുവരാന്നുള്ള പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട് ലാലേട്ടൻ ഉൾപ്പെടുന്ന ഈ പറയുന്ന ബിഗ് ബോസ് അംഗങ്ങൾ. പ്രേക്ഷകർ പറഞ്ഞു, പ്രേക്ഷകർ തേങ്ങ പറഞ്ഞു. പ്രേക്ഷകർ എന്ത് തേങ്ങയാണ് പറഞ്ഞു? പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും പറയാൻ വേണ്ടിയിട്ട് എന്ത് നാക്ക് പൊങ്ങിയില്ലേ? എന്ത് പഴമായിരുന്നു വാക്കകത്ത്? മനസ്സിലായി? നിങ്ങൾ പൊക്കിക്കോ, അവൾക്ക് ഇന്നൊരു ബൂസ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ. അവൾക്ക് ബൂസ്റ്റ് കൊടുത്താൽ അവൾ വീണ്ടും പൂണ്ട് വിളയാടത്തുള്ളൂ, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അവളെ മെന്റലി ഡൗൺ ആക്കാതെ ഒരു ബൂസ്റ്റ് കൊടുക്കും എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ ഇമാതിരി തെണ്ടിത്തരം കാണിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. മനസ്സിലായോ? ഈ പ്രസിഡന്റ് സ്ഥാനം ലാലേട്ടൻ എപ്പോഴാണ് ഈ മൂക്കള ആർമിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. അവളെ കാണിച്ച വൃത്തികേടുകൾക്കൊന്നും ഒരു കമാന്ന രക്ഷമിട്ടില്ല. അവളിവിടെ കാണിക്കുന്ന പ്രേക്ഷകർ കാണാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നതിന് ഒന്നും ഒരു പ്രശ്നവുമില്ല. അവള് കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഒന്നും ആർക്കും ഒരു ആൻസറും ഇല്ല. ഇപ്പോ ഈ പറഞ്ഞ എന്തൊരു സിബിന് ആദ്യമായിട്ട് കാണിക്കുന്നതാണ്. അത് മുടിയൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു. മുടിയൻ എന്താ പറഞ്ഞത്? ഇവിടെ ഈ ജസ്റ്റർ ഇവർ മാത്രമല്ല, ഇതിനെക്കാട്ടി വൾഗറായിട്ടുള്ള ജസ്റ്ററും കാണിച്ചിട്ടുണ്ട്, വൾഗറായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും ആർക്കും ഒരു നടപടിയും എടുക്കാൻ പറ്റില്ല. അത് ഉടനെ ലാലേട്ടന്റെ അടുത്ത ഡയലോഗ്, അടുത്ത ന്യായീകരണം, മറ്റൊന്നുമല്ല, അത് ഇവൻ പവർ ടീം ആയതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ. എന്തിനാണ് ഈ പറഞ്ഞ ഇവന് ശിക്ഷ കൊടുത്തപ്പോഴേ എന്തിനാണ് ഈ നോറ ശിക്ഷ കൊടുത്തത്? നോറയെ ഇവനോട്ട് എന്താ ബന്ധം? നോറയ്ക്ക് ശിക്ഷ വിധിക്കാൻ വേണ്ടി ലാലേട്ടൻ എന്ത് വകുപ്പിലാണ് അത് പറഞ്ഞത്? എനിക്ക് മനസ്സിലായത് ഏത് വകുപ്പിലാണ് നോറയുടെ അടുത്ത് അവന് ശിക്ഷ വിധിക്കാൻ വേണ്ടി പറഞ്ഞത്? അതിന്റെ ഇടയിൽ കൂടെ ഈ പറയുന്ന നമ്മുടെ റസ്മിൻ എന്താണ് കുഴപ്പം ന്യായം അടിച്ചല്ലോ, അവൻ 3 ദിവസം കിടക്കട്ടെ, 3 ദിവസം കൊടുക്കട്ടെ, മറ്റേതാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെ ഇവിടെ വലിയ വായിൽ പറഞ്ഞു ഇങ്ങനെയുള്ള പണിഷ്മെന്റ് ഒന്നും കൊടുക്കരുത്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ലാലേട്ടൻ തന്നെയല്ലേ ഘോരഘോരം പ്രസംഗിച്ചത്? മറന്നുപോയത്? തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ അങ്ങനെയല്ലേ പറഞ്ഞു. ഇപ്പൊ 3 ദിവസത്തെ ബസ്സിലെ ഒരാൾ ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഒക്കെ പോയോ? ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മൂക്കള ആർമിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് കൊണ്ടാണോ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാദസേവ ചെയ്യുന്നത്? അവരുടെ മൂട് താങ്ങുന്ന അതുകൊണ്ടാണോ? എനിക്ക് മനസ്സിലായത്. ശരി തന്നെയാണ്, അവർ ജസ്റ്ററെ കാണിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ കാണിച്ച് നിങ്ങൾ പണിഷ്മെന്റ്. ഇത് ഒരുമാതിരി ഒരു വല്ലാത്തൊരു സാധനമായിപ്പോയി. ഈ ബിഗ് ബോസിനകത്ത് വെച്ച് ഇതുവരെയായിട്ടും ആരും കാണിക്കാത്ത സാധനം. ഞാൻ വെച്ച് വേറെ എന്തോ കാണിച്ചത്, ഇപ്പോഴും കാണിച്ച് ഇത് തന്നെയാണ് കാണിച്ചത്. ഇത് ഇത്രയും വലിയൊരു കൊല മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു? അതായത് ഈ പറയുന്ന മൂക്കള ആർമി, അതായത് ഈ പറയുന്ന ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം തിരക്കി തപ്പി നടക്കായിരുന്നു. ആ സമയത്താണ് എന്ത് ചെയ്തത്? യവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്. അതിനെ പർവ്വതീകരിച്ച് അതിനെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഇത്രയും ലെവലിലേക്ക് കൊണ്ടുവരികയും അവനെ പവർ ടീമിലേക്ക് മാറ്റുക മാത്രമല്ല അവർ ചെയ്തത്, ആ സ്പോട്ടിൽ ഇറങ്ങാൻ പറഞ്ഞു. അവിടെ നിന്ന് അവൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തു. അവ തന്തയില്ലാത്തവനെന്ന് വിളിച്ച ജാസ്മിന് ഒരു കുറ്റവും ഇല്ലേ? ഇന്നലെ ജയിലിൽ കിടന്നുകൊണ്ട് എന്തെല്ലാം വിളിച്ചു പറഞ്ഞു, അതിനൊരു കുറ്റവും ഇല്ലേ? കറുത്ത മത്സ്യകന്യകനെന്ന് വിളിച്ചു, അതിനൊരു കുറ്റവും ഇല്ലേ? അവിടെ കിടന്ന് ഈ കിസ് ചെയ്യും മറ്റത് മറിച്ചും ചെയ്യുന്ന ഒരു കുറ്റവുമില്ല. അവൾ പൂണ്ട് വിളയാടട്ടെന്നല്ലേ? കൊള്ളാം, ബെസ്റ്റ്, അടിപൊളി, നന്നായിരിക്കുന്നു. ഇങ്ങനെ തന്നെ വേണം. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി കുറെ കുത്തി കയറ്റേക്കാം. പ്രേക്ഷകർ പറഞ്ഞത്, പ്രേക്ഷകർ എവിടെ പറഞ്ഞു? ഏത് പ്രേക്ഷകരാണ് പറഞ്ഞത് ഇതുപോലെ ജാസ്മിനെ പൊക്കാൻ പറഞ്ഞു? പ്രേക്ഷകർ ഒരുപാട് പറയുന്നുണ്ട് ഇത് കാണാൻ പറ്റില്ല എന്നും. ഒരുപാട് വീട്ടമ്മമാർ പറയുന്നുണ്ട് ഈ എപ്പിസോഡ് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം കാണാൻ പറ്റുന്നില്ല, മറ്റൊന്നും കൊണ്ടുള്ള ഇവരുടെ ഈ വൃത്തികെട്ട പിന്നീട് ഇവരുടെ കാമലീലകൾ കാണാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം വേണ്ടിയോ? അതിന് പറയാൻ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് വിടും. ശരി, ഓക്കെ, അവളെ ബൂസ്റ്റ് ചെയ്തിട്ട് അവളെ വീണ്ടും കാണിക്കിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഷോയ്ക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇമ്മാതിരി തെണ്ടിത്തനം കാണിക്കും. ഇത് കാണിച്ചത് നിറകെട്ടെന്ന് ഞാൻ പറഞ്ഞു. അമ്മാതിരി തെണ്ടിത്തനം കാണിച്ചത്. ഈ നോറ എന്തിനാ പണിഷ്മെന്റ് എടുത്തത്? നോറ ഈ പറഞ്ഞുള്ള ഈ സിബിനും തമ്മിലുള്ള ബന്ധമെന്ത്? താങ്കൾക്ക് ഒരു വിവരമില്ല. എന്താണ് പറയണത് നിങ്ങൾ മനസ്സിലായില്ല. ശരി, വോട്ട് ജാസ്മിന്റെ അടുത്ത് ചോദിച്ചെങ്കിൽ ഓക്കെ. ഇവിടെ പണിഷ്മെന്റ് ജാസ്മിന്റെ അടുത്താണ് ജസ്റ്റർ കാണിച്ചത്. ഇവിടെ പണിഷ്മെന്റ് എന്ത് പണിഷ്മെന്റ് കൊടുക്കട്ടെന്ന് ചോദിക്കുന്ന നോറെടുത്ത് പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുന്ന റസ്മിനാണ് പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുന്നത്. അവർ ഈ നോറയൊക്കെ പറയുന്നതിന് അവിടെ പിന്നെ ഏത്തേട്ടെന്നൊക്കെ പറയുമ്പോൾ റസ്മിൻ പറഞ്ഞു കൊടുക്കുന്ന 3 ദിവസത്തെ പിന്നെ പാത്രം ഒറ്റയ്ക്ക് കഴിവട്ടേന്ന്. അവിടുത്തെ വെസൽ ക്ലീനിങ് വെച്ചില്ല, ചില്ലറ കാര്യമൊന്നുമല്ല. 3 ദിവസം ഒറ്റയ്ക്ക് കഴിയുന്ന ചില്ലറ കാര്യമൊന്നുമില്ല. അതൊക്കെ സമ്മതിച്ചു കൊടുത്താൽ ശരി, അങ്ങനെ ആവട്ടെ. എന്ത് ലാലേട്ട, ഒരു മാതിരി വേണം. ക്രിയേറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ പാതോരം പറഞ്ഞാൽ പോരാ, പറയണത് പ്രാവർത്തികമാക്കണം. നിങ്ങൾ പ്രാവർത്തികവും കൂടി ആക്കണം. മനസ്സിലായോ? അവനെന്തെങ്കിലും ഡയറക്റ്റ് നോമിനേഷനിലിട്ടു, ശരി, ഓക്കെ. അവിടെ നിന്ന് പവർ ടീമിനെ എടുത്ത് വെളിയിലിട്ടു, അതും ശരി, ഓക്കെ, പോട്ട്. അപ്പൊ തന്നെ അവിടെ പോയി ഇരുന്നില്ല, ആ സമയത്ത് തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മുടിയൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതുന്നല്ലോ. മുടിയൻ ചോദിച്ചാ ഇവിടെ ഈ ജസ്റ്റർ ഇവിടെ ഇവൻ മാത്രമല്ല കാണിച്ചിട്ടുള്ളത്. ഇവൻ അർജുൻ വന്ന് ഇങ്ങനെ കയ്യിൽ വരട്ട് ഉറിഞ്ചിക്കൊണ്ട് പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോഴാർക്കും ഒരു കമാന്നൊരു അക്ഷരം മിണ്ടാൻ പാടില്ലായിരുന്നല്ലോ. എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്?
ഇത് മാത്രം വലിയ അങ്ങ് മറ്റേ ഈ പറഞ്ഞ നമ്മുടെ മൂക്കുള്ള ജാസ്മിനെ കാണിച്ചുകൊണ്ടാണോ? അവളെ നേരെ കാണിച്ചത് കൊണ്ടാണോ? ഞാൻ സത്യമായി ഇതുവരെ ഞാൻ ഇന്നലെ വരെ അല്ലെങ്കിൽ എപ്പിസോഡ് ഞാൻ വേറെ എന്തോ രീതിയിൽ കാണിച്ചു എന്നുള്ളത് സത്യമൊന്നുമില്ല. ഇതേ എത്രയും കാണിച്ചോളൂ. ഇതുമാത്രം ഇത്രയും ആവാൻ എന്തിരിക്കുന്നു? നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ബിഗ് ബോസ് കാണുന്നത്. 5 സീസൺ ഇപ്പൊ 6ാമത്തെ സീസണായി. 5 സീസണുകൾ ഇത് ഒരുപാട് കണ്ടതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് കണ്ടു തളർന്നതാണ്. ഒരുപാട് ചീത്തവിളിയിൽ കണ്ടതാണ്. മനസ്സിലായി? കഴിഞ്ഞ സീസണിലൊക്കെ പിന്നെ ഈ പറയുന്ന ആരാണ് നമ്മുടെ കുറെ എണ്ണം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നടുവിരൽ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് പൊട്ടാത്ത കുരു ഇപ്പൊ എങ്ങനെയാ പൊട്ടിയത്? അതായത് മൂക്കട ആർമിയെ പൊക്കുക, ജാസ്മിനെ എന്ത് ചെയ്യുക? ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഒരു കരുവാക്കുക, അതിനു വേണ്ടിയിട്ട് ഒരു ബലിയാടാക്കുക റെസിപ്പിനെ. കഷ്ടം. അതിന്റെ കൂടെ പ്രേക്ഷകരുടെ കൂട്ടും. പ്രേക്ഷകർ പറഞ്ഞത് എവിടെ ഏത് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രേക്ഷകർ പറഞ്ഞെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഏത് അടിസ്ഥാനത്തിൽ, എന്ത് അടിസ്ഥാനത്തിൽ പ്രേക്ഷകർ പറഞ്ഞത്? പ്രേക്ഷകരുടെ അഭിപ്രായം നോക്കണേ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യണമായിരുന്നു. മനസ്സിലായോ? വളരെ വൃത്തിയായിട്ട സാധനമായി, വളരെ അൺഫെയർ ആയിട്ടുള്ള സാധനമായിട്ട് ഞാൻ പറയുള്ളൂ. തെണ്ടിത്തന്നെ പറയത്തുള്ളൂ. ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ പറയുന്ന പണിഷ്മെന്റ് കൊടുത്തത്. നോറ എന്ത് തേങ്ങി പണിഷ്മെന്റ് കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. വളരെ മോശം. പിന്നീട് ലാലേട്ടന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ്. ലാലേട്ടനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുത്ത ആരായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇന്നലെ അറിയാം ഇവൾക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുമെന്നുള്ളതൊക്കെ നമുക്കറിയാം. നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. നെഗറ്റീവ് ചെയ്യുന്നവരെ ഒരു ബൂസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുവരും. കാരണം അവൾ വീണ്ടും നെഗറ്റീവ് ചെയ്യട്ടെ. അവളെ ഭാവി തുലയ്ക്കുകയാണ്. അവളെ സത്യം പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അവൾക്ക് ഒരു ശകാരമോ ഒരു വഴക്കോ കൊടുത്തിരുന്നെങ്കിൽ അവൾ നന്നായി പോകും. നന്നാവാൻ പാടില്ല. അവൾ നന്നായി അവൾ ഈ കാണിക്കുന്നതൊന്നും മാറാൻ പാടില്ല. അവൾ ഇതിന്റെ അപ്പുറം കാണിക്കണം. ഇപ്പൊ കാണിക്കുന്നതിന്റെ അപ്പുറം കാണിക്കണം. അതുവഴി പ്രേക്ഷകർ അവളെ എന്ത് ചെയ്യണം? പിന്നെ ഡീഗ്രേഡ് ചെയ്യണം. അവളെ സൈബർ ബുള്ളിങ് ചെയ്യണം. അതുവഴി നിങ്ങളുടെ നിങ്ങളുടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ പറയുന്ന സംഭവം ബൂസ്റ്റ് ആവണം. ആൾക്കാർ കാണണം. TRP കൂട്ടണം. ഇത് തന്നെയാണല്ലോ. അതൊക്കെ സംഭവം ശരി തന്നെ. പക്ഷേ ഒരാളെ അനാവശ്യമായിട്ട് സഹായിച്ചുകൊണ്ട്, അനാവശ്യമായിട്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരു നിറകെട്ട പണിയിലേക്ക് വരുന്നത് ഒട്ടും ശരിയായിട്ടുള്ള വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ലാലേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ചെയ്താണ് കാണിച്ചിട്ടുള്ളത്. വളരെ മോശം, വളരെ മോശം എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് ആ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? അവിടെ നിന്ന് പവർ ടീമിൽ നിന്ന് എടുത്ത് മാറ്റുന്നു, ഡയറക്റ്റ് നോമിനേഷൻ ഇടുന്നു. പവർ ടീമിന്റെ പോയി ഇരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? ആ സ്പോട്ടിൽ തന്നെ എണീറ്റ്, അല്ലെങ്കിൽ ഇവിടെ മുമ്പൊക്കെ നടന്ന അങ്ങനെയല്ല, ഇപ്പം നാളെ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതിയല്ലോ. ആ സ്പോട്ടിൽ തന്നെ അവിടെ പോയി ഇരുന്ന് ആ സ്പോട്ടിൽ തന്നെ, അതായത് നമ്മുടെ ഈ മാതക റാണിയെ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ബൂസ്റ്റ് ചെയ്ത് അവളാണ് ശരി, അവളവിടെ നിന്ന് ഊറി ചിരിച്ചല്ലോ. അത് കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കുന്നു. നമ്മൾ ആരെയും ഫേവറസം ചെയ്യില്ല. ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ ആരെയും ഫേവറസം ചെയ്യില്ല. ഒരു മനുഷ്യരെ, ഒരു കുഞ്ഞിനെ പോലും നിങ്ങൾ ഫേവറസം ചെയ്യുന്നില്ല. നമ്മൾ കാണാം. കണ്ണ് പൊട്ടന്മാരൊന്നുമല്ല. നമുക്ക് കൃത്യമായിട്ട് കാണാം ആരെയാണ് ഫേവറസം ചെയ്തത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇതും വളരെ ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയായപ്പോൾ വളരെ എന്താ പറയുക, ലജ്ജാവകമെന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ചെയ്യും.